നമസ്കാരം. ലോക രാഷ്ട്രീയത്തിന്റെ മധ്യത്തിൽ ചിലപ്പോൾ വാക്കുകൾ പോലും യുദ്ധത്തിന്റെ ശബ്ദമായി മാറുന്ന നിമിഷങ്ങളുണ്ടാകും. നിശബ്ദതയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് ചലനങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രസ്താവന മാത്രമായി മതി, അല്ലെങ്കിൽ ഒരു പ്രസ്താവന മാത്രം മതി ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഒരിടത്തേക്ക് തിരിക്കാൻ. ഇപ്പോൾ അത്തരം ഒരു നിമിഷത്തിലാണ് ലോകം നിൽക്കുന്നത്. കടൽപാതകൾ, എണ്ണ സൈനിക ശക്തി, തന്ത്രങ്ങൾ എല്ലാം ഒരേ സമയം ഒന്നിച്ചുകൂടുന്ന ഒരു ഭീകരമായ ജിയോ പൊളിറ്റിക്കൽ ഘട്ടം. ഈ സാഹചര്യത്തിൽ യമനിലെ ഹൂത്തി വിമതരുടെ മുന്നറിയിപ്പ് ഒരു സാധാരണ പ്രസ്താവനയില്ല, അത് ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. യമനിലെ ഹൂത്തി വിമതർ ലോക രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അതായത് അവർ തയ്യാറാണ്. മിഡിൽ ഈസ്റ്റിലെ ശക്തികളുടെ കൂട്ടിയിടി കൂടുതൽ രൂക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ ഈ പ്രസ്താവനകൾ വെറും വാക്കുകൾ മാത്രമല്ല, ഒരു വലിയ യുദ്ധ സൂചനയായി മാറിക്കൊണ്ടിരിക്കുന്നു. മാർച്ച് 26 പുറത്തിറങ്ങിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ പിന്തുണയുള്ള ഈ സംഘം സാഹചര്യങ്ങളാൽ മാറിയാൽ ഇറാനോടൊപ്പം യുദ്ധത്തിൽ പ്രവേശിക്കാൻ പൂർണ്ണമായും സജ്ജമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും തന്റെ സൈനിക ശേഷി വളർത്തുകയും മേഖലയിലെ സഖ്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് ലോകം പലവട്ടം കണ്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൂത്തികളുടെ നിലപാട് ഇറാന്റെ സ്വാധീനത്തിന്റെ ശക്തമായ പ്രതിഫലനമായി മാറുന്നു. എല്ലാ ഓപ്ഷനുകളോടും കൂടി പൂർണ്ണമായി സൈനികമായി തയ്യാറാണ് എന്ന് ആവർത്തിച്ചപ്പോൾ അതൊരു മുന്നറിയിപ്പിനേക്കാൾ കൂടുതലായിരുന്നു. ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരു സജ്ജമായ സൈനിക ഘടനയും ആവശ്യമായി പ്രതികരിക്കാൻ തയ്യാറായ ഒരു തന്ത്രപരമായ കൂട്ടായ്മയും ഒളിഞ്ഞിരിപ്പുണ്ട്. ഹൂത്തികളുടെ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാണ് അക്കാര്യം. അവർ ഇറാനുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിനുണ്ട് എന്നും, അതായത് ഇതൊരു പ്രാദേശിക വിമത സംഘത്തിന്റെ ഒറ്റപ്പെട്ട നീക്കമല്ല, മറിച്ച് ഒരു വലിയ ഭൂപ്രദേശ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ഇതുവരെ ഇറാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാ ദിവസവും ശത്രുവിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. യുദ്ധം അതിന്റെ ദിശയിലേക്ക് നീങ്ങുന്നു എന്ന നേതാവിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ലോക ശക്തികൾക്കിടയിൽ നിലകൊള്ളുന്ന ഇറാന്റെ ആത്മവിശ്വാസവും സ്ഥിരതയും ഈ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സമ്മർദ്ദങ്ങൾക്കിടയിലും തന്റെ നിലപാട് വിട്ടുകൊടുക്കാതെ മുന്നേറുന്ന രാജ്യമായി ഇറാൻ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ബാബ് അൽ മന്ദാബ് കടലെടുക്ക്, കണ്ണുനീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഈ കടൽപാത ലോക വ്യാപാരത്തിന്റെ ഹൃദയഭാഗമാണ്. ചെങ്കടലും ഏദൻ ഉൾക്കടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ 20 മൈൽ വീതിയുള്ള പാത യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന വാണിജ്യ ധാരയാണ്. ഓരോ വർഷവും ഏകദേശം $1 ട്രില്യൺ മൂല്യമുള്ള ചരക്കുകൾ ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നു. അതായത് ലോക സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു വിഹിതം ഈ ചെറിയൊരു ജലപാതയിലൂടെ അതായത് ഈ ജലപാത എന്ന സുരക്ഷയിലൂടെ നീങ്ങുന്നുണ്ട്. ഹൂത്തികൾ യമനിൽ ആസ്ഥാനമാക്കിയിരിക്കുന്നതിനാൽ ഈ കടലിടുക്കിന് സമീപമുള്ള അവരുടെ സ്ഥാനം അവരെ അതീവ തന്ത്രപ്രധാനരാക്കുന്നു. ഈ സ്ഥാനം ഉപയോഗിച്ച് അവർ ലോക വ്യാപാരത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്ത് ഹൂത്തികൾ ഈ പാതയിൽ നടത്തിയ ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ ഗൗരവമായി ബാധിച്ചിരുന്നു. കപ്പലുകൾ വഴി തിരിച്ചു വിടേണ്ടി വന്നത്, ഷിപ്പിംഗ് ചെലവുകൾ ഉയർന്നതും വിതരണ ശൃംഖല തകരാറെല്ലാം ഇത് ലോകം നേരിട്ടിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇതിനകം തന്നെ ഉപരോധത്തിന്റെ ഭീഷണിയിലായിരിക്കെ ബാബ് അൽ മന്ദാബും തടസ്സപ്പെടുകയാണ് എങ്കിൽ അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആഘാതമാകും. ഇറാൻ ഇന്ന് വെറുമൊരു രാജ്യമല്ല, അതൊരു ആശയം കൂടിയാണ്. സ്വാതന്ത്ര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകവും. സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും നേരിട്ടിട്ടും തന്റെ സ്വയം പര്യാപ്തത നിലനിർത്താൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി ലോകത്തിന്റെ വലിയൊരു വിഹിതം എണ്ണ കയറ്റുമതി നടക്കുന്നു. ഈ പാതയിൽ ഇറാന്റെ സ്വാധീനം തന്നെ ആഗോള ഊർജ വിപണികളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അവരുടെ എണ്ണ കയറ്റുമതിക്ക് ചെങ്കടൽ വഴി തിരിക്കുമ്പോൾ ബാബ് അൽ മന്ദാബിന്റെ പ്രാധാന്യവും ഇരട്ടിയാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഹൂത്തികളുടെ മുന്നറിയിപ്പ് വെറും ഭീഷണി മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യം കൂടിയാകുന്നത്. അവർ ആ പാത തടഞ്ഞാൽ ഗൾഫ് മേഖലയിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന എണ്ണയുടെ അവസാനത്തെ പ്രധാന വഴികൾ ഒന്ന് നിലച്ചു പോകും. ഇത് ആഗോള വിപണികളെ കുലുക്കും. എണ്ണവില കുതിച്ചുയരും. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ആകെ പ്രതിസന്ധിയിലാക്കും. ഹൂത്തികളുടെ പ്രസ്താവനകൾ ഒരുതരം തന്ത്രപരമായ മുന്നറിയിപ്പാണ്. അവർ കാത്തിരിക്കുകയാണ്, എന്നാൽ പ്രവർത്തിക്കാൻ തയ്യാറുമാണ്. ഇത് വെറും ഒരു യമനിലെ പ്രാദേശിക സംഘർഷമല്ല, ഇതൊരു വലിയ ഭൂപ്രദേശ രാഷ്ട്രീയ ഗെയിമിന്റെ ഭാഗമാണ്. അവിടെ ഓരോ നീക്കത്തിന്റെയും ആഗോള പ്രതിഫലനമുണ്ട്. ഇറാൻ ഈ ഗെയിമിൽ ഒരു പ്രധാന കളിക്കാരനായി നിലകൊള്ളുന്നു.
സമ്മർദ്ദങ്ങൾക്കിടയിലും തന്റെ നിലപാടുകൾ ഉറച്ചു നിർത്തി സഖ്യങ്ങളെ ശക്തിപ്പെടുത്തി തന്ത്രപരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ് ഇറാൻ. ഹൂത്തികളുടെ ആത്മവിശ്വാസവും സജ്ജതയും ഇറാന്റെ ശക്തിയുടെ പ്രതിഫലനമാണ്. അവർ പറയുന്നത് ലളിതമാണ്: സാഹചര്യം ആവശ്യപ്പെട്ടാൽ അവർ യുദ്ധഭൂമിയിലേക്ക് കടക്കും. ലോകം ഇതിനെ എങ്ങനെ നേരിടും എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാന ചോദ്യവും.